നമുക്കൊപ്പം റോഷിപാൽ ചേരുന്നുണ്ട് സമ്മേളന നഗരിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ നയത്തിലും കമ്മിറ്റിയിലും മാറ്റമുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്മേലിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയ്ക്ക് പ്രാധാന്യം കിട്ടി എന്നുള്ളതാണ് സമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അതേസമയം തന്നെ വലിയ പങ്കാളിത്തം സമാപന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വലിയ സമ്മേളന വേദിയിലും അലകടലായി ചെങ്കടലായി മാറുന്ന കൊല്ലത്തെയാണ് കണ്ടത്. വീണ്ടും പിണറായി വിജയന്റെ ക്യാപ്റ്റൻസി അരക്കിട്ടുറപ്പിക്കുന്നതായല്ലേ സമ്മേളനം? ഡോക്ടർ അരുൺകുമാർ, 3 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അടുത്ത സർക്കാർ, അത് 3ാം സർക്കാർ രൂപീകരിക്കുക എന്നത് തന്നെയായിരുന്നു. അത് ലക്ഷ്യമിട്ട് തന്നെയാണ് സമ്മേളനത്തിലെ ചർച്ചകളിൽ കൂടുതലും എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് പാർട്ടിയെ എത്തിക്കാൻ കഴിയും എന്നത് തന്നെയാണ്. അതാണ് CPM സംസ്ഥാന സെക്രട്ടറി പൊതുസമ്മേളനത്തിലടക്കം വിശദീകരിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയിൽ വളരെ വിശദമായ ചർച്ചകൾ നടന്നു. അതിൽ ചില വിമർശനങ്ങൾ ഉയർന്നു. മുഖ്യമന്ത്രി കൃത്യമായി ഇന്ന് അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഈ പ്രതിനിധി സമ്മേളനത്തിൽ. ഒന്ന്, വികസന രേഖയുടെ പ്രാധാന്യമാണ് വിശദീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണമാണ് സംസ്ഥാനത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക, കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കുക കേരളത്തെ. അങ്ങനെ പ്രവാസികളടക്കം സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങളുമായി എത്തുന്നു, കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ വരുന്നു, അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്നു. ഇതാണ് CPM സ്വപ്നം കാണുന്ന കേരളം. അതിലൂടെ ഈ ഒരു പ്രകടന പത്രികയ്ക്ക് സമാനമായ വികസന രേഖ ഉയർത്തി തന്നെയാണ് ജനങ്ങളിലേക്ക് CPM നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമീപിക്കുക. അതിനൊപ്പം തന്നെ പാർട്ടിയിൽ കൂടുതൽ ഐക്യം ഉറപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ദൌത്യം കൂടിയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും വിഭാഗീയത ഇപ്പോഴും തലപൊക്കുന്നു എന്ന അത് സംഘടനാ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഇടങ്ങളിലേക്ക് സംസ്ഥാന സെന്ററിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എത്തി ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പരാതികൾ പരിശോധിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ തർക്കം തീർക്കണമെന്ന നിർദ്ദേശം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഐക്യം അരക്കെട്ടുറപ്പിച്ച് മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൊല്ലം നഗരത്തിലേക്ക് ഒഴുകിയെത്തത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ വല്ലാതെ ചെങ്കടലാക്കാനായി നേരത്തെ തന്നെ എത്തിയിരുന്നു. അവരൊക്കെ ഒഴുകിയെത്തുകയായിരുന്നു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിന്മേലുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്നു. പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്കും സംശയങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? മുഖ്യമന്ത്രിയുടെ പ്രതിരോധം എങ്ങനെയായിരുന്നു രാഷ്ട്രീയ നയരേഖയിൽ? ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടന്ന വികസന രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കൃത്യമായി ഇത് പാർട്ടി നയത്തിൽ നിന്നുകൊണ്ടാണ് ഈ വികസന രേഖ തയ്യാറാക്കുന്നത്, പാർട്ടി നയങ്ങളിൽ നിന്നും ഒരു തരത്തിലും വ്യതിചലിക്കില്ല എന്നാണ് വിശദീകരിച്ചത്. കാരണം നിലവിൽ ഈ വികസന രേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു. അതിനൊപ്പം തന്നെ അതിസമ്പന്നർക്ക് മാത്രമാണ് ഇത് ബാധിക്കുക, ഒരു കാരണവശാലും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വർഗ്ഗങ്ങളെയോ ഒപ്പം മധ്യവർഗത്തെയോ ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല ഈ ഫീസ് പിരിക്കുക, നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള എതിർപ്പുകൾ ഉയർന്നപ്പോൾ അതിനുള്ള മറുപടി അങ്ങനെയാണ്. അത് അതിസമ്പന്നരിൽ നിന്നും പണം കൂടുതൽ സമാഹരിക്കുക, സർക്കാരിലേക്ക് നികുതി ഈടാക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങൾ, ഈ മൂലധന സമാഹരണവുമായി ബന്ധപ്പെട്ടടക്കമുള്ള ചില വിമർശനങ്ങൾ, അതിലടക്കം അത് പാർട്ടി നിലപാടിൽ ഊന്നിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ നിലപാടിന് വിരുദ്ധമായി, സംസ്ഥാനത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി ഒരു രൂപ പോലും നിക്ഷേപമായി സ്വീകരിക്കില്ല എന്ന നിലപാടാണ് പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. പക്ഷേ എതിർപ്പുകളൊന്നും ഉയർന്നില്ല. പിന്നീട് അങ്ങനെയുള്ള എതിർപ്പുകൾക്ക് യാതൊരു സാധ്യതയുമില്ല. CPM സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖ വിയോജിപ്പുകളോടെ എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി രാഷ്ട്രീയ നയരേഖ LDF-ലേക്ക് എത്തും. LDF അംഗീകരിക്കുന്നതോടുകൂടി 2022 മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖയുടെ തുടർച്ചയെന്ന വണ്ണം അത് ഈ സർക്കാരിന്റെ അടുത്ത സർക്കാരിന്റെയും പോളിസിയുടെ ഭാഗമാകും തെരഞ്ഞെടുക്കപ്പെട്ടാൽ.